Hello everyone, welcome to my classes. നമ്മൾ ഇന്ന് വീഡിയോയിൽ UGC NET പേപ്പർ 1 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടന്നിട്ടുള്ള UGC NET എക്സാമിന് പല ഷിഫ്റ്റുകളിലായി ചോദിച്ചിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്വയംപ്രഭ ചാനൽ നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത് ആൻഡ് ലിസ്റ്റ് 2 എന്ന് പറയുന്നത് ആ ചാനലിന്റെ പേരുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയേണ്ടതുണ്ട്. എന്താണ് സ്വയംപ്രഭ എന്ന് അറിയണം, സ്വയംപ്രഭയിൽ എത്ര ചാനൽസ് ഉണ്ടെന്ന് അറിയണം, അതുപോലെ തന്നെ ഓരോ ചാനൽസും അതിന്റെ പേരെന്താണ്, അതിന്റെ തീം എന്താണ്, ഏത് ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. സോ ഈ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്വയംപ്രഭ എന്ന് പറയുന്നത്. സ്വയംപ്രഭ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ സ്വയം പ്ലസ് സ്വയംപ്രഭ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മിനിമം ഒരു ക്വസ്റ്റ്യൻ, മാക്സിമം 3 ക്വസ്റ്റ്യൻസ് വരെ ഒരു ഷിഫ്റ്റിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ UGC NET പേപ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ വീഡിയോസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. സോ ഇതിപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യണം, ഏത് ചാനലാണോ ചാനലിൻ്റെ പേരെന്താണ് അങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സ്വയംപ്രഭ എന്നൊന്ന് ജസ്റ്റ് നോക്കാം. സോ സ്വയംപ്രഭ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള 7th ജൂലൈ 2017 ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് സ്വയംപ്രഭ എന്ന് പറയുന്നത്. ഇതിൽ 40 DTH ചാനൽസ് ആണ് ഉള്ളത്. 24/7 ബേസിസിൽ ഇതിൽ എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഡെയിലി 4 hours ആണ് പ്രോഗ്രാം ഉള്ളത്. അത് 5 times റിപ്പീറ്റഡ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് IITസും UGC, CEC ആൻഡ് IGNOU ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു 40ഓളം ചാനൽസ് ഉണ്ട്. സോ ഇതിലത്തെ ചാനൽസിന് ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് 40 ചാനൽ എന്ന് പറയുന്നത് കേട്ടോ. സ്വയംപ്രഭ എന്ന പേരിൽ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, സ്കൂൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കണ്ടന്റ്സിനെയാണ് നമ്മൾ സ്വയംപ്രഭ എന്ന പേരിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ചാനൽ നോക്കാം. ഈ 40 ചാനലിൽ ഫസ്റ്റ് 10 ചാനൽസ് എന്ന് പറയുന്നത് മാനേജ് ചെയ്യുന്നത് CEC ആണ്. CEC ന്യൂഡൽഹി ആണ്. അപ്പോൾ ഈ 10 ചാനലിന് പേരുണ്ട്. ഓക്കെ, പേരുണ്ട്, അതുപോലെ തീം എല്ലാ ചാനൽസിനും ഉണ്ട്. പക്ഷെ ആദ്യത്തെ 10 ചാനലിനാണ് പേരുള്ളത്. അതുപോലെ പിന്നെ 40ാമത്തെ ചാനലിനാണ് പിന്നെ പേരുള്ളത്. ഓക്കെ, ചാനൽ നമ്പർ, ആ ചാനലിന്റെ പേരെന്താണ്, അത് ആരാണ് മാനേജ് ചെയ്യുന്നത്, അതിന്റെ തീം എന്താണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ആദ്യത്തെ 10 ചാനൽസ് പറഞ്ഞു. ആദ്യത്തെ 10 ചാനൽ നമ്മൾ പറഞ്ഞു CEC ആണ് മാനേജ് ചെയ്യുന്നത്. പിന്നെ 11 മുതൽ 16 വരെയുള്ള ചാനൽ IGNOU ആണ്, ന്യൂഡൽഹി. 17 to 20 IIT ബോംബെ ആണ്. 21 to 22 IIT ഡൽഹി. 23 IIT ഗാന്ധിനഗർ. 24 to 28 IIT കാൻപൂർ. 29 to 30 IIT ഖരഗ്പൂർ. 31 to 36 IIT മദ്രാസ്. 37 to 38 IIT തിരുപ്പതി. 39 യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ആണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം, അത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ആണ്. അതിന്റെ തീം എന്ന് പറയുന്നത് പെർഫോമിംഗ് ആർട്സ് ആണ്. ഓക്കെ, ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് ഡാൻസസ്, തിയേറ്റർ ആർട്സ്, ഫിലിം മേക്കിംഗ് ആൻഡ് പെയിന്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് 39 വരുന്നത്. പിന്നെ 40 ആണ്. 40ക്കും പേരുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു ആദ്യത്തെ 10 ചാനലുകൾക്കും പിന്നെ 40ാമത്തെ ചാനലിനുമാണ് പേരുള്ളത്. 40ാമത്തെ ചാനൽ മാനേജ് ചെയ്യുന്നത് CECയും UGCയും കൂടി ചേർന്നിട്ടാണ്. ഈ ചാനലിന്റെ പേരെന്ന് പറയുന്നത് വ്യാസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ടേബിളിൽ നിന്നും നിങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ഇതിലൊരു 4 ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യുന്നതും ഈ ഏരിയാസിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു 2 ടേബിൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The contents of Swayamprabha channel 16 with the theme of skill and vocational education are provided by. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് ചാനൽ നമ്പർ 16, അതിന്റെ തീം അവർ തന്നിട്ടുണ്ട് സ്കിൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്നാണ്. സോ ഇത് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ 10 ചാനലിൻ്റെങ്കിലും എല്ലാ ചാനലിനും തീമുണ്ട്, 40 ചാനൽസിനും തീമുണ്ട്. പക്ഷെ ഇതെല്ലാം പഠിച്ചു വെക്കുക എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും അല്ലേ. ഇത്രയധികം പഠിച്ചു വെക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ആദ്യത്തെ 10 ചാനലിന്റെ തീം പഠിച്ചു വെക്കുക. പക്ഷെ ഇവിടെ നമുക്ക് ആ തീം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഈ ഓപ്ഷനിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? IGNOU ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് B, IGNOU എന്നുള്ളതാണ്. എന്നാലും സ്വയംപ്രഭയുടെ നമ്മൾ പറഞ്ഞില്ലേ ചാനൽ നമ്പർ പഠിച്ചു വെക്കണം, ആ ചാനലിലുള്ള മാനേജ് ചെയ്യുന്നത് ആരാന്ന് നമ്മൾ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ചാനൽ 16 മാനേജ് ചെയ്യുന്നത് ആരാണ്?
ആദ്യത്തെ 10 ചാനൽ മാനേജ് ചെയ്യുന്നത് CEC ആണ്. 11 to 16 മാനേജ് ചെയ്യുന്നത് IGNOU ആണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ തീം നമുക്ക് അറിയില്ലെങ്കിലും 11 to 16 മാനേജ് ചെയ്യുന്നത് IGNOU ആയതുകൊണ്ട് നമുക്ക് പറയാം IGNOU ആണ് ഇത് മാനേജ് ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ ആൻസർ വരുന്നത് IGNOU എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പ്രൈമറി ഗോൾസ് ഓഫ് PM e-Vidya. അപ്പോൾ എന്താണ് PM e-Vidya എന്ന് പറയുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് സ്വയംപ്രഭ എന്ന് പറയുന്നത് നമ്മൾ സ്വയംപ്രഭയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ കാണാൻ സാധിക്കും. അതായത് ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൂട്ടം ചാനലുകളുണ്ട്, അതിന് നമ്മൾ സ്വയംപ്രഭ എന്നാണ് പറയുന്നത്. അതുപോലെ സ്കൂൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ചാനൽസ് ഉണ്ട്, അതിന് PM e-Vidya എന്നാണ് പറയുന്നത്. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 7 ചാനൽസിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിന് സാത്തി എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ PM e-Vidya എന്ന് പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽസ് ആണ്. അത് ആദ്യം ഒരു 12 ചാനൽസ് ആണ് ഉണ്ടായിരുന്നത്. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസ്സിനും ഓരോ ചാനൽ എന്നുള്ള രീതിയിൽ 12 ചാനൽസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് 200 ചാനലുകൾ വരെ ആയി. അതെന്തുകൊണ്ടാണ് 200 ആയി വെച്ചാൽ ഈ 12 ചാനലുകൾ പല പല ഭാഷകളിലേക്കായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെയാണ് 200ഓളം ചാനൽസ് ആയത്. ഇപ്പോൾ ഏകദേശം 200ഓളം ചാനൽസ് PM e-Vidyയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് PM e-Vidya എന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ സ്വയംപ്രഭനെ 3 ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കണ്ടന്റ്, സ്കൂൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആൻഡ് കോമ്പറ്റേറ്റീവ് എക്സാം റിലേറ്റഡ്. അതിൽ സ്കൂൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് PM e-Vidya എന്ന് പറയുന്നത്. So PM e-Vidya is a unique and innovative venture by the Ministry of Education, Government of India. ഇതിൽ മൾട്ടിമോഡ് ആക്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, കോംപ്രിഹെൻസീവ് ആക്സസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മൾട്ടിമോഡ് സെറ്റപ്പ്, അതായത് റിമോട്ട് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഇൻക്ലൂഡിംഗ് ഇന്റർനെറ്റ്, റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റ് ആൻഡ് TV. പല എന്താ പറയുക, നമുക്ക് ഓൺലൈനായിട്ട് മാത്രമല്ല TV-യിലൂടെയും ഇപ്പോൾ നമുക്ക് നെറ്റ് അവൈലബിൾ അല്ലെങ്കിലും ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് PM e-Vidya വഴി സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 12 ചാനൽസ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്, പിന്നീട് അത് 200ഓളം ചാനൽസ് ആയി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ കുറച്ച് ഇൻഫർമേഷൻ ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം ആ ഒരു സ്വയംപ്രഭ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ലേ, അതിൽ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ ചെറിയ വീഡിയോ ആണ്, 10 മിനിറ്റ് ഒക്കെ വരുന്ന ചെറിയ വീഡിയോ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ആൻസർ നോക്കാം. സോ ഇതിൻ്റെ PM e-Vidyയുടെ പ്രൈമറി ഗോൾസ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് പ്രൊവൈഡിങ് ഫ്രീ ടെക്സ്റ്റ് ബുക്സ് ടു ഓൾ സ്റ്റുഡൻസ്, അത് PM e-Vidyയിൽ വരുന്നതല്ല. ബി ഡിജിറ്റൽ ഓൺലൈൻ ടീച്ചിങ് ടു സപ്പോർട്ട് മൾട്ടിപ്പിൾ മോഡ് ഓഫ് ആക്സസ് ടു ലേണിംഗ് കണ്ടന്റ്, അതുണ്ട്, മൾട്ടിപ്പിൾ മോഡ് ഓഫ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സി എന്ന് പറയുന്നത് പ്രൊവൈഡിങ് സ്കോളർഷിപ്പ് സ്റ്റുഡൻസ്, അത് വരുന്നില്ല. ഡി എന്ന് പറയുന്നത് ടു ഇൻ ദി യുണീക്നെസ് ഓഫ് വൈഡർ ആക്സസിബിലിറ്റി ഫോർ ഓൾ, അതുണ്ട്, വൈഡർ ആക്സസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇ എന്ന് പറയുന്നത് ടു ബെനിഫിറ്റ് ലേണേഴ്സ് ഇൻ റിമോട്ട് ഏരിയാസ് വേർ സ്റ്റേബിൾ ഇന്റർനെറ്റ് ഈസ് നോട്ട് അവൈലബിൾ, അതുണ്ട്. റിമോട്ട് ഏരിയയിലേക്കൊക്കെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തടത്തും നമുക്ക് PM e-Vidya അവൈലബിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ ഇയും വരുന്നുണ്ട്. സോ ആൻസർ വരുന്നത് B, D, E ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ചാനൽസ് ഓഫ് സ്വയംപ്രഭ ആർ അണ്ടർ ദ കൺസോർട്ടിയം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻസ്. CEC-യുടെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1 മുതൽ 10 വരെയുള്ള ചാനലുകളും അതുപോലെ 40ാമത്തെ ചാനൽ CEC-യും UGC-യും കൂടിയിട്ടാണ് മാനേജ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഓപ്ഷൻ വരിക? ചാനൽ നമ്പർ 11 വരില്ല, ചാനൽ നമ്പർ 1 വരും, അതുപോലെ ചാനൽ നമ്പർ 3 വരും, ചാനൽ നമ്പർ 6 വരും അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് B, D, E ആണ്. ഓപ്ഷൻ 4 ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഇതാ നമ്മളിതിൽ പറഞ്ഞു 1 മുതൽ 10 വരെയുള്ള ചാനൽസ് CEC ആണ് മാനേജ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ ഇതാ ഓപ്ഷൻ 40 ചാനൽ നമ്പർ 40 CEC UGC ആണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, B, D, E ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A teacher wants to integrate Swayam into the curriculum to enhance learning. Which of the following benefits of Swayam should the teacher highlight to the students? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് സ്വയം എന്ന് അറിയണം അല്ലേ. അപ്പോൾ എന്താ സ്വയം എന്ന് പറയുന്നത്? ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സ്വയം എന്ന് പറയുന്നത്. ഈ സ്വയം എന്നുള്ളത് ഒരു അക്രോണിം ആണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നാണ്. ഈ സ്വയം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 9ാം ക്ലാസ് മുതൽ PG വരെയുള്ള ക്ലാസ്സുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. which can be access to anyone at anywhere at any time ആണ്. ഓക്കെ, അതുപോലെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഇതിലെ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ സ്വയത്തിന് 4 ക്വാഡ്രൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വീഡിയോ ലെക്ചേഴ്സ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്പെഷ്യലി പ്രിപ്പയർഡ് റീഡിംഗ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഡൗൺലോഡഡ് ആൻഡ് പ്രിന്റഡ്.
അതുപോലെ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റുകളാണ് ത്രൂ ടെസ്റ്റ് ആൻഡ് ക്യൂസസ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ആൻ ഓൺലൈൻ ഡിസ്കഷൻ ഫോറം ഫോർ ക്ലിയറിംഗ് ഡൗട്ട്സ് ആണ്. അപ്പോൾ ക്വാളിറ്റി കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വയം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫ്രീ ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, ശരിയല്ലേ? അതൊരു ഫീച്ചർ തന്നെയാണ്. ബി എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ഫോർ ലൈവ് ഇന്ററാക്ഷൻസ് വിത്ത് ഇൻസ്ട്രക്ഷൻ, ലൈവ് ഇന്ററാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. സി എന്ന് പറയുന്നത് ഡിസ്കഷൻ ഫോറംസ് ഉണ്ട്, പക്ഷെ ലൈവ് ഇന്ററാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സി എന്ന് പറയുന്നത് പിയർ റിവ്യൂഡ് അസൈൻമെന്റ്സ് ഉള്ളതാണ്, അതില്ല. അതുപോലെ പിയർ റിവ്യൂഡ് അസൈൻമെന്റ്സ് അല്ല, സെൽഫ് അസസ്മെന്റ് ടെസ്റ്റുകളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, അതും ക്യൂസിന്റെയും ടെസ്റ്റിന്റെയും ഫോമാറ്റിലാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സെൽഫ് ബേസ്ഡ് ലേണിംഗ് ആണ്, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസാണ് വരുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആൻഡ് ഡി ആണ്. ഓക്കെ, ഇതാണ് സ്വയം എന്ന് പറയുന്നത്. അപ്പോൾ സ്വയത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാം കേട്ടോ. സോ നമ്മൾ ഇന്ന് വീഡിയോയിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഈ 5 ക്വസ്റ്റ്യൻസും സ്വയം അതുപോലെ സ്വയം പ്രഭ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.